Hi, I am Roger Juice, Managing Director of Alpha Academy and Genius Integrated School Alappuzha. 2025 academic year സയൻസ് മേഖലയിലെ ടെക്നോളജി മേഖലയിലെ ഏറ്റവും മികച്ച ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായ കുസാറ്റിൻ്റെ ക്യാമ്പസിലേക്കുള്ള അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഈ ക്യാമ്പസിലെ വിവിധ പ്രോഗ്രാമുകൾക്ക് ബിടെക് പ്രോഗ്രാമുകൾ, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, അതിനോടൊപ്പം തന്നെ ബാക്കി PG കോഴ്സുകളുണ്ട്, MBA കോഴ്സുകളുണ്ട്, LLB കോഴ്സുകളുണ്ട്. ഇങ്ങനെ വരുന്ന മുഴുവൻ കോഴ്സുകളിലേക്കും ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ വിവിധ പാറ്റേണുകളാണ് കുസാറ്റിൻ്റെ ക്യാമ്പസിലെ അഡ്മിഷന് വേണ്ടിയിട്ട് ഉള്ളത്. അതിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കും ബിടെക് കോഴ്സുകൾക്കും ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 സയൻസ് സ്ട്രീം പഠിച്ച വിദ്യാർത്ഥികൾ കുസാറ്റ് നടത്തുന്ന CAT 2025 എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ആ എക്സാമിനേഷൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു അഡ്മിഷൻ ഈ ബിടെക് സ്ട്രീമുകൾക്കും അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കും ഒരു അഡ്മിഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. കുസാറ്റിന് 2 ക്യാമ്പസുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് മെയിൻ ക്യാമ്പസായ തൃക്കാക്കര കൊച്ചിയിലുള്ള ക്യാമ്പസും, രണ്ടാമത് കുട്ടനാടുള്ള ക്യാമ്പസും. ഈ കുസാറ്റിൻ്റെ 2 ക്യാമ്പസുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ബിടെക് സ്ട്രീമുകളിൽ നിന്നും സംതിങ് ഡിഫറൻ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായി ടൈപ്പിൽ നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളാണ് കുസാറ്റിൻ്റെ ക്യാമ്പസിനെ അട്രാക്റ്റീവ് ആക്കുന്നത്. ഈ പ്രോഗ്രാമുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ, ബിടെക് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ ഈ കുസാറ്റ് CAT 2025 എക്സാമിനേഷൻ എഴുതണമെങ്കിൽ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ടൈം ഈ ഫെബ്രുവരി 2025 ഫെബ്രുവരി 6 മുതൽ മാർച്ച് 10 വരെയുള്ള ഇൻ ബിറ്റ്വീൻ ടൈമിലാണ് കുസാറ്റിൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ നാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ബിടെക് സ്ട്രീമുകൾക്കും ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കും നാം ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം admissions.kusat.ac.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് ഈ കോഴ്സുകളെക്കുറിച്ചും അഡ്മിഷൻ പ്രൊസീജിയറുകളെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കി വേണം നാം കുസാറ്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. 2025 ഈ CAT എക്സാമിനേഷൻ മെയ് 10th, 11th, 12th 3 ദിവസങ്ങളിലായിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക. നമുക്ക് കിട്ടുന്ന എക്സാമിനേഷൻ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് നാം കൃത്യമായ ടൈമിങ്ങിനുള്ളിൽ, നമുക്കറിയാം കുസാറ്റിൻ്റെ CAT എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് എക്സാമിനേഷൻ നാം എഴുതേണ്ടത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലൊക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ നാം എഴുതേണ്ട കീം എക്സാമിനേഷൻ ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് ആ കീം എക്സാമിനേഷൻ്റെ സബ്ജക്റ്റുകൾ. അപ്പോൾ നമുക്കറിയാം 11th, 12th ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിച്ച വിദ്യാർത്ഥികളായിരിക്കണം. ഈ 3 സബ്ജക്റ്റുകൾ നന്നായി പഠിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എഞ്ചിനീയറിംഗ് മേഖലയിൽ, ടെക്നോളജി മേഖലയിലുള്ള വിവിധ കോഴ്സുകൾക്ക്, അത് കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ എഴുതേണ്ടത് കീം എക്സാമിനേഷനാണ്. ഓൾ ഇന്ത്യ വൈസ് IITകളും IITസിലും NITസിലും അതുപോലെ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ISROയുടെ ക്യാമ്പസിലും ഒക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ നാം എഴുതേണ്ട എക്സാമിനേഷനാണ് JEE എക്സാമിനേഷൻ. അതുപോലെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടാൻ നാം എഴുതേണ്ട എക്സാമിനേഷനാണ് VIT എക്സാമിനേഷൻ. മറൈൻ ഫീൽഡിലേക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നാം എഴുതേണ്ടതാണ് IMU CET എക്സാമിനേഷൻ. ഏവിയേഷൻ ഫീൽഡിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ നാം എഴുതേണ്ട എക്സാമിനേഷനാണ് AME CET എക്സാമിനേഷൻ. ഇങ്ങനെ എഞ്ചിനീയറിംഗ് മേഖലകളിൽ തന്നെ ധാരാളം എൻട്രൻസ് പരീക്ഷകളുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു എക്സാമിനേഷൻ കുസാറ്റിൻ്റെ 2 ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള എക്സാമിനേഷനാണ് കുസാറ്റ് CAT എക്സാമിനേഷൻ. ഇതൊരു ഓൺലൈൻ എക്സാമാണ്. +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മെയ് 10th, 11th, 12th ആ 3 ദിവസങ്ങളിലായി നടക്കുന്ന എക്സാമിനേഷന് +2 ബോർഡ് എക്സാമിനേഷന് ശേഷം ഒരു 40 ഡേയ്സോളം വിദ്യാർത്ഥികൾക്ക് നന്നായി ഇതിനു വേണ്ടി തന്നെ പഠിച്ചൊരുങ്ങാൻ സമയവുമുണ്ട്. ഇനി പഠിച്ചൊരുങ്ങുക എന്ന് പറയുന്നത് നാം കണ്ടു +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോർഷൻസ് മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ആ പോർഷൻസ് നല്ല ഡെപ്തിൽ പഠിക്കുകയും ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് പരീക്ഷകൾ എഴുതി നമ്മുടെ സ്കോർ ഏറ്റവും മികച്ച ലെവലിലേക്ക് എത്താൻ പ്രാക്ടീസ് ചെയ്യുകയും ഇതിനോടൊപ്പം ഈ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് കിട്ടാവുന്ന സാധ്യതകളെക്കുറിച്ചും ഏതൊക്കെ കോഴ്സുകളാണെന്നും മനസ്സിലാക്കി വേണം കൃത്യമായി ഈ കോഴ്സിനെയും എക്സാമിനേഷനെയും ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ. ഇനി നമുക്ക് കുസാറ്റിൻ്റെ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റുന്ന ബിടെക് കോഴ്സുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. മറൈൻ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്നൊരു കോഴ്സ്. ഈ കോഴ്സ് കുസാറ്റിൻ്റെ ക്യാമ്പസിലാണ് റൺ ചെയ്യുന്നത്, കുസാറ്റാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ പോലും
കുസാറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും കുസാറ്റിൻ്റെ ഈ ക്യാറ്റ് എക്സാമിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുകയും ഇതിനോടൊപ്പം IMU CET നടത്തുന്ന എക്സാമിനേഷൻ IMU CET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിലെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കുസാറ്റിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് കുസാറ്റിൻ്റെ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഇനി ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ബിടെക്കിൻ്റെ ബാക്കിയുള്ള കോഴ്സുകൾ, ആ കോഴ്സുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, IT കോഴ്സുകളുണ്ട്, മെക്കാനിക്കൽ, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, മറൈൻ, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, പോളിമർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇത്രയും ബിടെക് പ്രോഗ്രാമുകളിലേക്കും ഇതിനോടൊപ്പം കുസാറ്റിന്റെ ക്യാമ്പസിലുള്ള 5-year ഇന്റഗ്രേറ്റഡ് കോഴ്സുകളായ MSc ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, AE ആൻഡ് ഡേറ്റ സയൻസ്, ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എൻവിയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇതുപോലെയുള്ള 5 വർഷത്തെ 5-year ഇന്റഗ്രേറ്റഡ് കോഴ്സ്, അതായത് BS ആൻഡ് MS ബാച്ചലർ ഓഫ് സയൻസും മാസ്റ്റർ ഇൻ സയൻസും ഒരേപോലെ എടുക്കാവുന്ന 5-year ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കുമൊക്കെ നമ്മൾ ഈ ക്യാറ്റ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ക്യാറ്റ് എക്സാമിനേഷൻ എഴുതുന്നതിലൂടെ നമുക്കൊരു സയൻസ് സ്ട്രീമിലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലൂടെ നമുക്ക് പഠിച്ചു മുന്നേറാനും ഇല്ലെങ്കിൽ ബിടെക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് മുന്നേറാനും ഒക്കെ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഏറ്റവും മികച്ച ക്യാമ്പസാണ് കുസാറ്റിൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ +2 സയൻസ് എടുത്ത് പഠിക്കുകയും കുസാറ്റ് പോലുള്ള മികച്ച ക്യാമ്പസ് ടാർഗറ്റും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 2025-ൽ +2 എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇതിനോടൊപ്പം 2024-ലോ 2023-ലോ മുൻ വർഷങ്ങളിൽ +2 എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ കുസാറ്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ കൃത്യമായ സമയത്ത് ഓൺലൈനായി കുസാറ്റ് admissions.kusat.in എന്ന വെബ്സൈറ്റിലൂടെ കൃത്യമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാറ്റ് എക്സാമിനേഷനുള്ള എലിജിബിലിറ്റി നേടുകയും ഇനി ആൽഫ അക്കാഡമിയിലോ ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ക്യാമ്പസിൽ തന്നെയുള്ള കമ്പ്യൂട്ടർ ഓൺലൈൻ IT എക്സ്പേർട്സുകളുടെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്കും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നേരിട്ട് വരാം, നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ വിദ്യാർത്ഥികളും ഈ ഏറ്റവും നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നായ കുസാറ്റിൻ്റെ ക്യാമ്പസിലെ ഇതേപോലുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ നേടാനുള്ള എൻട്രൻസ് എക്സാമിനേഷനുള്ള എലിജിബിലിറ്റി നേടാനുള്ള ആപ്ലിക്കേഷൻ ഈ ഫെബ്രുവരി 6-നും മാർച്ച് 10-നും ഇൻ ബിറ്റ്വീൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് കുസാറ്റിൻ്റെ ക്യാറ്റ് എക്സാമിനേഷൻ എഴുതി ഏറ്റവും മികച്ചൊരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എൻട്രൻസ് മേഖലയിലെ പുതിയൊരു കോഴ്സും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല റിസൾട്ട് വന്ന് ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ടൈമിലും നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.